റമദാനിന്റെ റമദാനിൽ പിടിക്കുന്ന നോമ്പിന്റെ നിയ്യത്തൊക്കെ തലേ രാത്രി തന്നെയാണ് വെക്കേണ്ടത്. ഇപ്പോൾ നാളെ നമ്മൾ നോമ്പ് പിടിക്കുകയാണെങ്കിൽ ഇന്നത്തെ രാത്രി തന്നെ എന്ത് ചെയ്യുക, നിയ്യത്ത് വെക്കാൻ നമ്മൾ മറന്നു പോകരുത്. എങ്ങനെയാണ് നിയ്യത്ത് വെക്കുന്നത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പിന് അല്ലാഹു തആലാക്ക് വേണ്ടി പിടിച്ചു വീടുവാൻ ഞാൻ കരുതി. ഇതാണ് നോമ്പിന്റെ നിയ്യത്ത്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ പിടിക്കുന്ന നോമ്പ്, ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ ആഫിയത്ത് തരണേ അല്ല, ആരോഗ്യം തരണേ അല്ല. പലരൊക്കെ നോമ്പ് പിടിക്കുമ്പോൾ മനസ്സിൽ കരുതിയത് ഈ റമളാൻ കഴിയുമ്പോൾ അങ്ങോട്ട് കൊളസ്ട്രോൾ കുറയണം, യൂറിക് ആസിഡ് കുറയണം, ഒന്ന് മെലിയണം, ഒന്ന് തൂക്കം കുറയണം, അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട. നോമ്പ് പിടിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉത്തമമായ ലക്ഷ്യം നമുക്ക് തഖ്വയുണ്ടാവണം, നമുക്ക് സൂക്ഷ്മതയുണ്ടാവണം. ഇപ്പോൾ കേരളക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ വർഷത്തെ നോമ്പ് ഏകദേശം ഒരു 13-13.25 മണിക്കൂർ ഏകദേശം ഉണ്ടാകും. ചില ജില്ലകളിലൊക്കെ വ്യത്യാസം ഉണ്ടാവാം. 13 മണിക്കൂർ അല്ലെങ്കിൽ 13.25 മണിക്കൂറൊക്കെ ആയിരിക്കും ഏകദേശം നോമ്പുണ്ടാവുക. ചില രാജ്യങ്ങളിലൊക്കെ 20 മണിക്കൂറും 21 മണിക്കൂറൊക്കെ നോമ്പുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ പിടിക്കുന്ന നോമ്പൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. പിന്നെ നല്ലവണ്ണം വെള്ളം കുടിക്കണം കേട്ടോ. ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കുക, വാപ്പമാരെല്ലാവരും താഴത്തിലും പിന്നെ അതുപോലെ തന്നെ നോമ്പ് തുറന്നതിന് ശേഷമുള്ള സമയത്തൊക്കെ ആയി പല പ്രാവശ്യങ്ങളൊക്കെ ആയിട്ട് നല്ലവണ്ണം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇപ്പൊ നിർജ്ജലീകരണം കൊണ്ട് പല അസ്വസ്ഥതകളൊക്കെ വ്യാപിക്കുന്ന കാലമാണ്. അല്ലാഹു തആല എല്ലാ അസുഖങ്ങളും തൊട്ടും നമ്മളെ കാക്കുമാറാവട്ടെ.